നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനെ പറ്റി കുറച്ച്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പാലക്കാട് ജില്ല ഒറ്റപ്പാലത്തുള്ള ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. നമ്മൾ CS എക്സിക്യൂട്ടീവിനുള്ള എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനുള്ള പ്രൊഫഷണലിനുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം. എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ലാംഗ്വേജ് ഈസ് ഓൺലി എ മീഡിയം. സോ ഇഫ് യു ഡോണ്ട് നോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ അല്ല, നിങ്ങൾ സ്വയം ബ്രാൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലാംഗ്വേജിൽ പഠിക്കുക. ഉദാഹരണം, ഞാനൊരു മലയാളിയാണ്, എനിക്ക് മലയാളത്തിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ then what is the meaning in like trying to learn the other language? The first thing, if you want to become a good communicator, learn communication in your mother tongue. കാരണം കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് അതൊന്നുമല്ല. കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ലാംഗ്വേജ് അല്ല. കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ദ വേ ഇൻ വിച്ച് യു കമ്മ്യൂണിക്കേറ്റ്, നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പറയുകയാണെങ്കിൽ ഐ കോണ്ടാക്ട്, നല്ല ഒരു ഐ കോണ്ടാക്ട്. ചിലരോട് നമ്മൾ പറയാറില്ലേ, മുഖത്ത് നോക്കി വർത്താനം പറയൂല അല്ലേ? മുഖത്ത് നോക്കി വർത്താനം പറയാം, കണ്ണിലേക്ക്, അതായത് പേടിപ്പിക്കാൻ വേണ്ടി കണ്ണിലേക്ക് നോക്കി വർത്തമാനം പറയണമെന്നല്ല നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. നല്ല ബോഡി ലാംഗ്വേജ്, നമ്മുടെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ കാണുന്ന എന്തൂസിയാസം ഉണ്ടല്ലോ, ആ എന്തൂസിയാസം നമ്മുടെ ബോഡി ബിഹേവ് ചെയ്യുന്ന രീതി, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് അവർ മെസ്സേജ് ബെറ്റർ ദാൻ ദ വേർഡ്സ് വാട്ട് വി ആർ സ്പ്രെഡിങ്. Correct. So the body language is very important. Then the tone in your language, the way in which you talk, the tone in your words also is having lot of importance while you try to communicate a particular topic. Then the proactiveness. See, there are some people, they will go on talking, they will not hear anybody. No, communication includes all these things. Rather, we believe that communication include only the language. No, that is a wrong concept. So how to improve your communication skill? You need to have subject, good non-verbal skill, and language. Language and subject knowledge can be increased by reading. Most of you may not be having the reading habit as of now. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പലരോട് സംസാരിക്കാറുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ധാരാളം ന്യൂസ് പേപ്പർ വായിക്കണം. ആര് വായിക്കാൻ? അതോ ന്യൂസ് പേപ്പർ വായിച്ചാൽ ആദ്യത്തെ പേജ് വായിക്കും, ആദ്യത്തെ പേജിൽ ലോകത്തുള്ള സകല നെഗറ്റീവ് ന്യൂസ് ഉണ്ടാവും, ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ദിവസത്തേക്ക് ഹാങ് ഓവർ ആയി നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കില്ല. അങ്ങനെ ചെയ്യരുത്. ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിക്കുക, ബുക്സ് വായിക്കുക, TV കാണുക. TV കാണുമ്പോൾ സീരിയൽ കാണാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. TV കാണുക, നല്ല സിനിമകൾ കാണുക, ഡോക്യുമെന്റ്, നിങ്ങൾക്ക് ഏത് ഭാഷയാണോ ലേൺ ചെയ്യണം അതേ ഭാഷയിലുള്ളത് കാണുക. എഴുതാൻ ശ്രമിക്കുക. ഇന്ന് നമ്മളൊക്കെ എഴുതൽ മറന്നു കഴിഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലാവും, ഞാൻ ഫേസ്ബുക്കിൽ ദിവസം ഒരു 10 പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, വാട്സാപ്പിൽ 100 പേർക്ക് മെസ്സേജ് ചെയ്യാറുണ്ടല്ലോ. ഈ മെസ്സേജുകളെല്ലാം മോസ്റ്റ് ഓഫ് ദ മെസ്സേജ് എങ്ങനെയാണ്? ഇപ്പോൾ സ്മൈലി ആയിട്ടും മംഗ്ലീഷ് ആയിട്ടും ഒക്കെയാണ്. You are not using the original language, you are using complex language to make a thing to communicate. So that has to be avoided. Correct ആയിട്ട് എഴുതാൻ പഠിക്കുക, വൃത്തിയായിട്ട് എഴുതുക, അത് എഴുതുന്ന ഒരു ലാംഗ്വേജിൽ എഴുതുക. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റീഡിംഗ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഇംപ്രൂവ് ആയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. Then watch documentaries, films, ലിസൺ ടു ഓഡിയോസ് കേൾക്കുക. ധാരാളം നോവൽസ് ഒക്കെ ഇന്ന് ഓഡിയോ ആയിട്ട് കിട്ടാനുണ്ട് കേട്ടോ, അതൊക്കെ കേൾക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തായി, നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ വെക്കാബുലറി ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ കിട്ടാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ തന്നെ ശ്രമിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ ആർക്കുണ്ടാവുക? ആരാണോ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് നല്ല കമ്മ്യൂണിക്കേറ്റർ ആകാൻ പറ്റുക. നമ്മൾ വിചാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫോർ ഓട്ടോമാറ്റിക്കലി കംസ്. നല്ല ഫാമിലിയിൽ ജനിച്ചു കഴിഞ്ഞാൽ, നല്ല സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വരുമെന്നാണ് നമ്മൾ തെറ്റാണത്. അങ്ങനെയൊന്നല്ല കമ്മ്യൂണിക്കേഷൻ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ വരുന്നത് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ്. യു ഷുഡ് വർക്ക് ഫോർ ടു ബിക്കം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വലിയൊരു രാജാവ്, ഒരു യുദ്ധം നടക്കാന്ന് കൂട്ടുക. ആദ്യമൊക്കെ ആരൊക്കെ ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ? മന്ത്രി ഉണ്ടാവും, പടനായകൻ ഉണ്ടാകും, നമ്മുടെ ഭടന്മാരുണ്ടാകും, എല്ലാവരും ഉണ്ടാവും. അവസാനം നമ്മുടെ ശത്രു വാളുമായിട്ട് നമ്മുടെ കഴുത്തിലേക്ക് വരുമ്പോ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾ അബൌട്ട്. നിങ്ങൾക്ക് കുറെ നല്ല സ്കൂളുകളിൽ പഠിക്കാം, നല്ല ഡിഗ്രികൾ എടുക്കാം, നല്ല ആൾക്കാരൊപ്പം നടക്കാം. പക്ഷെ അവസാനം എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറയണമെങ്കിൽ അത് നിങ്ങൾ തന്നെ പറയണം. സോ യു ഷുഡ് വർക്ക് ടു ബിക്കം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നിങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്. എന്തൊക്കെ ചെയ്യണം അതിന്? എഴുതുക, വായിക്കുക, കാണുക, കേൾക്കുക. എഴുതുക, വായിക്കുക, കാണുക, കേൾക്കുക. ഈ 4 ആസ്പെക്ട് ആണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ടും കാണണം. ലൈഫിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ, നമ്മൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റ് ആകണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 പേര് ഒരേ പൊസിഷനിൽ എത്തുന്നു, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരുന്നു. ഒരാൾ നല്ല കമ്മ്യൂണിക്കേറ്ററും ഒരാൾ ഒരു പൂർ കമ്മ്യൂണിക്കേറ്ററും ആണെങ്കിൽ ആരാ വിജയിക്കുക? നല്ല കമ്മ്യൂണിക്കേറ്റർ. നിങ്ങൾ ഇത്രയും നല്ല ക്വാളിഫിക്കേഷൻ എടുത്ത്, ഇത്രയും നന്നായിട്ട് പഠിച്ച്, ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തി നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? യു വിൽ ഫെയിൽ. യു വാണ്ട് ടു ഫെയിൽ? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഫെയിൽ, ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ബി കോൺഫിഡന്റ്. നിങ്ങളുടെ ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാക്കുക. നിങ്ങൾ മലയാളി ആണെങ്കിൽ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കൂ. നല്ല ഐ കോണ്ടാക്ട് ഉണ്ടാക്കാനും, ബോഡി ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും, ടോൺ ഇംപ്രൂവ് ചെയ്യാനും, പ്രൊവാക്റ്റീവ് ആകാനും പഠിക്കൂ. വായിക്കുക, എഴുതുക, കേൾക്കുക, കാണുക നിർബന്ധമായും ചെയ്യുക. കാരണം ഒന്ന് മനസ്സിലാക്കുക, വിജയം അത് ഒരാൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുന്നതല്ല, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അതുണ്ടാക്കണമെങ്കിൽ അതിൽ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റുകൾ കമന്റായി രേഖപ്പെടുത്തുക, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ ഫസ്റ്റ് റിമൈൻഡർ നിങ്ങൾക്ക് തന്നെ വരും. ആൻഡ് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അവർക്ക് ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന്റെ റിക്വസ്റ്റ് ആണ്. അടുത്തൊരു വീഡിയോ വരേക്കും താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്.